സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ആപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡബിൾ ലെയർഡ് പുഡിങ്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ സൈസ് ആപ്പിൾ വേണം. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അതിനെ നന്നായി പീൽ ചെയ്ത് ഇതേപോലെ ചെറിയ പീസാക്കി വെക്കുക. പിന്നെ ഇതിനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് മതിയാവും മാക്സിമം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവി പാത്രത്തിൽ നിന്ന് മാറ്റാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ കുതിർത്ത് വെക്കണം. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ഗ്രാം ജലാറ്റിൻ ഉണ്ടാവും. ഇനിയൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലുണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 2 മുട്ടയുടെ മഞ്ഞയാണ്. മുട്ടയുടെ വെള്ളയിൽ നിന്ന് മുട്ടയുടെ മഞ്ഞ എടുക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് കാണിച്ചു തരാം. നമ്മളെ കയ്യിൽ 7-അപ്പിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവില്ലേ, അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മുട്ടയുടെ മഞ്ഞൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചതൊന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ ആ മുട്ടയുടെ മഞ്ഞ മാത്രം നമ്മളെ ബോട്ടിലുള്ളിലേക്ക് കയറി വരും. ഇതേപോലെ മുട്ടയുടെ മഞ്ഞ കൂടെ നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദ. നമ്മളെ പുഡിങ് നല്ല ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര 5 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര വേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. മിനിമം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും നമ്മൾ ചേർക്കണേ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുട്ടയും ഈ മൈദയൊക്കെ ഈ പാലിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ആക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇത് കുറുകി വരും. കാരണം ഇതിനകത്ത് നമ്മൾ മൈദ ഓൾറെഡി ആഡ് ചെയ്തതാണ്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലൂമിയാൻ വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജലാറ്റിന് പകരമായിട്ട് നമുക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. ചൈന ഗ്രാസിൻ്റെ അളവ് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് മാത്രം യൂസ് ചെയ്താൽ മതി. ജലാറ്റിൻ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ. ജലാറ്റിൻ മിക്സ് ആയാലും നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ. ഇനി ഇതിനെ ഡബിൾ ലെയറാക്കാൻ വേണ്ടിയിട്ട് ഈ പുഡിങ് മിക്സ്ചറിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുക. അതിലേക്ക് ഒരു ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡും വൈറ്റും വരുമ്പോൾ നല്ലൊരു പിങ്കിൻ്റെ എഫക്റ്റ് കിട്ടും. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ ഒരു സിലിക്കൺ മോൾഡിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന അതേ ബൗളിൽ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമുക്ക് വൈറ്റ് പാർട്ട് ഒഴിച്ചു കൊടുക്കാം. അത് സെറ്റായിട്ട് പിന്നെ പിങ്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇതിലല്ല സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യം പിങ്ക് ഒഴിച്ചു കൊടുത്തു. അത് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതൊന്ന് സെറ്റായി വന്നാൽ അതിലേക്ക് നമ്മുടെ 2ാമത്തെ ലെയർ വൈറ്റ് കളറും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചത്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കട്ടോ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിക്കുമ്പോൾ ഈ ഫസ്റ്റ് ലെയർ ഒന്ന് മിക്സ് ആയത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മളെ പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.